ഇനി നമുക്ക് ഒരൊറ്റ മസാല വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു 4 വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സ്നാക്ക് തന്നെയാണ്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് വെറൈറ്റി എങ്ങനെയാണ് ആക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി ഒന്ന് വഴറ്റിയെടുത്താലേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി ഒന്ന് മൂത്ത് കഴിഞ്ഞാലുള്ള അത് കടിക്കാതിരിക്കുള്ളൂ. അപ്പോൾ മസാലയിൽ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി ആദ്യം തന്നെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതായത് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് വഴറ്റി സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ കത്തി വെച്ചിട്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലയിലൊക്കെ മസാല ഈ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം കേട്ടോ. അതുവരെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇനിയിപ്പോൾ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. സമൂസ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ സാധാരണ സമൂസയൊക്കെ റോൾ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ കോണായിട്ട് മടക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് നമ്മൾ സമൂസ റോൾ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കോണായിട്ട് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മൈദ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഒരു മൈദ പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മൈദയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ സമൂസയും ഈ ഒരു മൈദ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഞാൻ ഇവിടെ 4 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സമൂസ എടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേമിയ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദ ബാറ്റർ ആയതുകൊണ്ട് സേമിയൊക്കെ നന്നായിട്ട് ഇതിൽ പറ്റി പിടിക്കും. അപ്പോൾ സേമിയ വെച്ചിട്ടും ഇതുപോലെ സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സമൂസ നമ്മൾ ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കോൺഫ്ലെക്സ് വെച്ചിട്ടാണ് കേട്ടോ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള സമൂസയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു കളറായിട്ട് വരുമ്പോൾ എടുക്കാം കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ സേമിയ വെച്ചിട്ടുള്ള സമൂസയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സേമിയ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുള്ള സമൂസ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കാരണം സേമിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു പോവാതെ നമ്മുടെ ഒരു ഷീറ്റും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കെടുക്കാം. അടുത്തത് ഇനി നമുക്ക് കോൺഫ്ലെക്സ് കോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സമൂസയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സമൂസ. നമുക്ക് ഓരോ വെറൈറ്റിയും കഴിക്കുമ്പോൾ പുറമേ നല്ലൊരു ക്രഞ്ചി ആയിട്ടും ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ കോൺഫ്ലെക്സ് വെച്ചിട്ടുള്ള സമൂസയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ലാസ്റ്റായിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സമൂസയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് അതിൻ്റെയൊക്കെ ഒരു കളറൊക്കെ മാറി ഒന്ന് ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ 4 സമൂസയും ഇവിടെ റെഡിയായി. 4 ഉള്ളിൽ ഒരേ ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിലും പുറത്ത് കടിക്കുന്ന സമയത്ത് 4 ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പീസ് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.